അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിന്ദ്യമായി ചെയ്യുന്ന കർമ്മത്തിനല്ല. അപ്പോൾ വിഷമം പിടിച്ച ഒരു സമയത്ത്, അള്ളാഹുവിനോട് മാത്രം പറയേണ്ട സമയത്ത്, അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കേണ്ട സമയത്ത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമുക്ക് മാതൃക. ബദറിൽ അള്ളാഹുവിനോടാണ് സഹായം ചോദിച്ചത് വിഷമം ഉണ്ടായ സമയത്ത്. വലിയ വിഷമം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മള് മമ്പർത്ത് തങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖെ കാക്കണേ എന്ന് പോലുള്ള ഇടതേട്ടങ്ങള്, അത് ശരിക്കും പ്രാർത്ഥനയല്ലേ? അത് സഹായത്തേട്ടങ്ങൾ, അത് പ്രാർത്ഥനയല്ലേ? അത് ഇസ്തിഗാസയാണോ, പ്രാർത്ഥനയാണോ, ഏതാണ് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല എന്നാണ് അതിനുള്ള ഉത്തരം. ഞങ്ങളിപ്പോ ഇത്രയൊക്കെ നീട്ടി പറഞ്ഞല്ലോ. അത് പ്രാർത്ഥനയാണോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അല്ല എന്നാണ് ഉത്തരം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സമയം, പ്രയാസമുള്ള സമയം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രയാസമുള്ള സമയം മാത്രമേ അള്ളാഹിനോട് ചോദിക്കേണ്ടുള്ളൂ? അത് നിങ്ങളെ മണ്ടത്തരാണ്, വഹാബി മണ്ടത്തരം എന്നാ ഇനി ഞങ്ങൾ പറയാം. എന്താണെങ്കിലും അതെന്തല്ല, അത് പ്രാർത്ഥന അല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഞാൻ മൈക്കോട്ടു. നമുക്ക് ഈ കാര്യത്തിൽ പ്രവാചകനല്ലേ മാതൃകയാക്കേണ്ടത്? പ്രവാചകനല്ലേ മാതൃക? ബദറില് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, അത് നമുക്ക് തീരുമാനിക്കാം. പ്രവാചകൻ മാതൃക നമുക്ക് പിന്നെ നോക്കാം. അതിപ്പോ ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആണെന്നുള്ള വാദണ്ട. അത് തീരട്ടെ, എന്നിട്ടല്ലേ. ഞങ്ങളിപ്പോ അത് പ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആണെന്നുള്ള വാദമുണ്ടോ? ഉണ്ടെങ്കിൽ എസ് അടിച്ചോളൂ. ഇത് തീരട്ടെ, ഒന്ന് കഴിയട്ടെ. അബ്ദുള്ള, നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾക്ക് അറിയാലോ നിങ്ങളെ ഈ ചാട്ടം. യെസ്. എങ്ങനെയാണ് അത് പ്രാർത്ഥനയാവുന്നത്? എന്തിനാ പ്രാർത്ഥന എന്ന് പറയുന്നത്? കേക്കട്ടെ ഞങ്ങള്. എന്തിനാണ് പ്രാർത്ഥന എന്ന് സാങ്കേതികമായി പറയുന്നത്? ഞാൻ മൈക്കൂട്ടും. ഇമാം ബൈളാവി തന്റെ തഫ്സീറുൽ ബൈളാവിയിൽ പ്രാർത്ഥനയെ നിർവചിച്ചത് അൽ ഇബാദത്തു അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി, അങ്ങേ അറ്റത്തെ വണക്കത്തോടും താഴ്മയോടും ചെയ്യുന്ന കാര്യത്തിനാണ് പ്രാർത്ഥന എന്ന്, ആരാധന എന്ന് പറഞ്ഞത്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ല, അത് നമുക്ക് തർക്കമുള്ള കാര്യമല്ലല്ലോ. ഞാൻ ഇപ്പൊ ആരാധനയുടെ കാര്യമല്ല ചോദിച്ചത്. പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന ആരാധനയുടെ ഒരു എന്താ പറയാ, ഒരു ഭാഗമാണല്ലോ അത്. അത്രേ ഉള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ അൽഹംദുലില്ലാ അതൊരു പ്രാർത്ഥനയാണ് അല്ലേ? അൽഹംദുലില്ലാ എന്നൊരു പ്രാർത്ഥന അല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ തന്നെയല്ലേ ഉസ്താദുമാരെ? അത് പ്രാർത്ഥനയാണെന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ എന്നാ, അല്ലേ? ദുആയിലെ ഏറ്റവും അഫ്ളല് തട്ടിപ്പറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിഷയം മറ്റേ നീണ്ടിങ്ങനെ പ്രസംഗിച്ചു പോകുമ്പോൾ ഈ വിഷയം മറ്റു വഴിക്ക് പോകും. അതുകൊണ്ടാണ് കേട്ടാ, തട്ടിപ്പറിക്കല്ല. മൂപ്പരൊരു വിഷയം പറയുമ്പോൾ ചിലപ്പോൾ മൂപ്പര് പറഞ്ഞതിന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടതുണ്ടാവും. പറഞ്ഞെടുത്ത് തന്നെ എന്തുണ്ടാവും, ചില അബദ്ധങ്ങൾ ഉണ്ടാവും, അത് തിരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടാ, അതിന് തട്ടിപ്പറിക്കുക എന്ന് പറയില്ല. മനസ്സിലായോ? അല്ലാഹ് മൂപ്പര് പോയാ? മൂപ്പര് പോയി. ഇൻഷാ അല്ലാഹ് നാഞ്ഞു മൂപ്പര് വരും. മനസ്സിലായില്ലേ? മൂപ്പര് വളഞ്ഞു തിരിഞ്ഞ് മൂക്കുടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഓക്കെ. എന്നാ ബാക്കിയുള്ളവർ മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ കൊണ്ടോട്ടിയില് ഉള്ള ഒരു കുബ്ബജാറം അവിടെ കിടക്കുന്ന ഒരാളുണ്ട്. എനിക്കതിനെ പറ്റി നാളെ ഉസ്താദ് എന്നോട് പറഞ്ഞ സംശയം തീർത്തു. പക്ഷെ എന്നാലും മറുവശത്തുള്ള ആളുകളും പണ്ഡിതന്മാരാളായിരിക്കും. നമ്മൾ ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളത്. അപ്പൊ അയാൾ വല്ല ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എങ്കിൽ പുറത്തുള്ള ഉലമാക്കൾ പോലും ആ ഇതില് അവിടെ സിയാർത്ത് ചെയ്യാനൊക്കെ പോകുന്നതായി തർക്കമല്ല. അയാൾ ഷിയ ആയിരുന്നതിന് വല്ല തെളിവും ഉണ്ടോ?
നിങ്ങൾ ചോദ്യം അത് ക്ലിയർ ആയിട്ട് മൈക്ക് പോകണുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് കൊണ്ടോട്ടിയിലുള്ള ആ കൊണ്ടോട്ടി പൂരം നടക്കണ ആ പിന്നെ മക്ബറയിലുള്ള ആളെ കുറിച്ചല്ലേ നിങ്ങളിപ്പോ സംസാരിച്ചത് സുഹൃത്തെ? അതല്ലേ? അതെ. അദ്ദേഹം എന്തല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ ഉള്ള ആളല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് സുന്നി ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ മറുഭാഗത്തുള്ള പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സിയാറത്തിന് പോകുന്നുണ്ട്. ഏത് പണ്ഡിതനാ പോയത്? മൈക്കെടുത്ത് പറഞ്ഞോളൂ. മറുഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരാ ഉദ്ദേശിച്ചത്? ചെളാരി ഭാഗോ? ചെളാരി ഭാഗത്തെയാണോ ഉദ്ദേശിച്ചത്? യെസ്. എന്നാ ചെളാരി ഭാഗത്തിൽ ആരാ അവിടെ പോയത്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, നമുക്കറിയുള്ളത്. ആരാ പോയത്? ആളെ പേര് പറയൂ, ഞാൻ മൈക്ക് വിട്ടു. എന്നിട്ട് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ബഷീർ താന്നാളൂര്. മൈക്കെടുത്തോളൂ. ബഷീർ താന്നാളൂരല്ലേ ചോദിച്ചത്? ആരപ്പ ചോദിച്ചത്? അല്ല, മുബാറക്ക് താന്നാളൂരാ ചോദിച്ച ചോദ്യകർത്താവ് ഒന്ന് എസ് അടിച്ച മുബാറക്ക്. മൈക്കെടുത്ത് പറഞ്ഞോളൂ. ഏത് പണ്ഡിതനാ പോയത്? അതായത് പിന്നെ ഈ തോട്ടുമുക്കത്തുള്ള പൊട്ടന്റെ പ്രസംഗത്തിൽ വളരെ ശക്തിയായിട്ട് നമ്മൾ എതിർക്കുന്ന ഒരു വിഷയത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്ന മഹാനാണ്, വലിയാണ്, അദ്ദേഹത്തെ പറ്റി ഞങ്ങൾ ചങ്കില ചോരയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനതിന് മനസ്സിലാക്കി ഇവരൊക്കെ പോകുന്നുണ്ടാവും, അംഗീകരിക്കുന്നുണ്ടാവും. ആ സമസ്തന്റെ ആളുകൾ വരെ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറയുന്നതായിട്ട് ഇപ്പൊ പോയി നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ തൊട്ടുമുക്കം എന്നറിയുന്ന ഒരു കള്ളത്തരീക്കത്തിന്റെ ആളാണ് അയാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? ഈ തൊട്ടുമുക്കം എന്ന് പറഞ്ഞ ചങ്ങായി ഒരു കള്ളത്തരീക്കത്തിന്റെ ആളല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെയാണെന്നാ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അല്ലേ? അതെ അതെ അതെ. അപ്പൊ തൊട്ടുമുക്കം എന്ന് പറയുന്ന തൊട്ടുമുക്കണ ആള് ഒരു കള്ളത്തരീക്കത്തിന്റെ ആളാണ്. അങ്ങനത്തെ ആള് പറഞ്ഞിട്ട് അയാൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഈ ഭാഗത്ത് മറുഭാഗത്തുള്ളവർ പോകുന്നുണ്ട്. എന്ത് വർത്താനാ സുഹൃത്തെ മുബാറക്ക്? ഏതൊക്കെ ആണുങ്ങൾ പറഞ്ഞ വർത്താനാണോ അത്? പെണ്ണുങ്ങളും കൂടി പറയില്ല ഈ ജാതി. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ അപ്പുറത്ത് ചിലരൊക്കെ പോണുണ്ടല്ലോ എന്ന്. പോയ ആളുകളെ നിങ്ങൾ ആരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുബാറക്കെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് അടിച്ചാൽ മതി. ഉണ്ടാ? ഓക്കെ, സത്യം ഉസ്താദുള്ളൂ. മാഷാ അല്ലാഹ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനല്ല, പിന്നെ അള്ളാഹുവെ രക്ഷിക്കുന്നതിന് കുട്ടിന്റെ ഒരു അസുഖം മാറ്റാൻ വേണ്ടി പഠിച്ചാൽ ഒരു കുട്ടിന്റെ അസുഖം മാറ്റി തരണേ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മൊയ്തീൻ ഷേഖിന്റെ കുട്ടിന്റെ അസുഖം മാറ്റി തരണേ എന്ന് പറയുന്നത് രണ്ടും രണ്ടാക്കൾ ആരാധനയല്ലേ എന്ന് എന്റെ ചോദ്യം. അല്ല എന്നാണ് അതിനുള്ള ഉത്തരം. ഉത്തരം കേട്ടാ? അല്ല എന്നാണ് ഉത്തരം. അള്ളാഹുവിനുള്ള ആരാധനയാണ് എന്നാണ് ഉത്തരം കേട്ടാ. ഓക്കെ, ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടും ഒരു ചോദ്യമാണ്. രണ്ടും ഒരു കുട്ടിന്റെ അസുഖം മാറ്റാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ എവിടുന്ന് വിളിച്ചാലും അള്ളാഹു കേൾക്കും. അതുപോലെ രണ്ടും ഒരേ പദമാണ്, ഒരേ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യണത്, എല്ലാ ഭാഗമൊക്കെ നമുക്ക് തീരുമാനിക്കാം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഒക്കെ കേട്ടാ. അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഭാഗങ്ങളൊക്കെ നമ്മള് ഭാഗമുള്ള പടച്ചോനെയുള്ള നിങ്ങൾ വിശ്വസിക്കണത്. അപ്പൊ നമുക്ക് ഭാഗമൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒരേ ചോദ്യമാണ് എന്നാണ് മൂപ്പര് പറയുന്നത്. ശരി, അള്ളാഹുവെ എനിക്ക് ഭക്ഷണം നൽകണേ എന്ന് ഞാൻ പറഞ്ഞു അള്ളഹാനോട്. എനിക്ക് ഭക്ഷണം വേണമെന്ന്. എറ്റിക്കരി കേൾക്കണ്ട? ഉണ്ടെങ്കിൽ ഒന്ന് അനുസരിച്ചാൽ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടാ? കേട്ടു. അള്ളാഹു എനിക്ക് ഭക്ഷണം വേണം. ഞാൻ എന്റെ ഉമ്മാട് പറഞ്ഞു എന്താ അതേ വാക്ക്, ഉമ്മ എനിക്ക് ഭക്ഷണം വേണം എന്ന്. ഇത് രണ്ടും ഒരേ വാക്കല്ലേ? ഒരേ വാക്കാണെങ്കിൽ എസ് അടിച്ചാൽ മതി. ഒരേ വാക്കാണെങ്കിൽ എസ് അടിച്ചാൽ മതി. അല്ല, കരീം അടിക്കട്ടെ. യെസ്. ഇപ്പൊ ഇത് രണ്ടും രണ്ടാക്കുള്ള ആരാധനയാണോ? ആണെങ്കിൽ എസ് അടിച്ചോളൂ. ഒന്ന് ഉമ്മാക്കുള്ള ആരാധനയും മറ്റേത് അള്ളാഹ്ക്കുള്ള ആരാധനയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എസ് അടിച്ചാൽ മതി. കരീം കണ്ട? ഇപ്പൊ മുമ്പരെ കണ്ട അതിന് മൈക്ക് വേണം. ഓക്കെ. അപ്പൊ ഇതുണ്ടോ? അപ്പൊ ശ്രോതാക്കൾക്കൊക്കെ മനസ്സിലായില്ലേ? മൂപ്പര് കുട്ടിന്റെ രോഗം മാറുന്ന കാര്യം പറഞ്ഞിരുന്നത്. കുട്ടിന്റെ കാര്യം മാറുന്ന
രോഗം മാറുന്ന കാര്യത്തിൽ ചോദിച്ചതാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ അതിനേക്കാളും ബേജാറുള്ള അവസാനം നമ്മളെ പള്ളന്റെ കാര്യമാണ് ചോദിച്ചത്, ഭക്ഷണം അതല്ലേ. ഞാൻ ഭക്ഷണം വേണേന്ന് അള്ളാഹ് പറഞ്ഞു. പിന്നെ അതേ വാക്ക് തന്നെ എനിക്ക് ഭക്ഷണം വേണമെന്ന് ഞാൻ എൻ്റെ അമ്മാനോടും പറഞ്ഞു. ഒന്ന് പ്രാർത്ഥനയാണ്, എല്ലാവർക്കും അറിയാലോ അല്ലേ. അള്ളാഹിനോട് ചോദിച്ച പ്രാർത്ഥനയാണ്, എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? രണ്ടും ഒരേ വാക്ക്. അതിന് മൂപ്പര് ഇനി മൈക്ക് എടുക്കണം എന്നാ പറഞ്ഞു. ഓക്കെ മൈക്ക് എടുത്തോളൂ, പറഞ്ഞോളൂ. എന്താണ് ഇത്? ഉമ്മാനോട് ചോദിച്ചത് രണ്ടും ആരാധനയാണോ അതോ ഒന്ന് ആരാധന അല്ലാതാവുന്നുണ്ടോ, എന്താണ് അല്ലാതാവുന്നതിനുള്ള കാരണം? ഞാൻ മൈക്ക് കൂട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊന്നാര കേൾവിക്കാർ എത്ര കൊല്ലായി ഇവിടെ ഓരോ മുജാഹിദീങ്ങൾ വന്നുകൊണ്ട് ചർച്ച ചെയ്ത് ഉമ്മാന്റെ പരിപ്പം കേൾവിക്കാർ ദുബായിലാണെന്ന് എന്റെ വിശ്വാസം. ഇപ്പൊ കുന്നുംപുറത്തുള്ള ഉമ്മാനോട് ദുബായിൽ വെച്ച് ചോറ് വിളമ്പി തരണേ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് കേൾക്കാനും അറിയാനും ചോറ് വിളമ്പി തരാനും അത് കഴിക്കാനും കേൾപ്പിക്കാനും സാധിക്കുമോ? അതുപോലല്ലല്ലോ റബ്ബിനോട് ലോകത്തിന്റെ, അതായത് നേരത്തെ സൂചിപ്പിച്ചില്ല, ലോകത്തിന്റെ എവിടെ നിന്ന് റബ്ബെ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞാൽ അതിന് സബബ് ആക്കിയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ റബ്ബ് എത്തിച്ചു തരും. അതിന് കഴിവുള്ളവനാണ് റബ്ബ്. എന്നാൽ ഉമ്മാക്ക് അത് കഴിയോ? ഉമ്മാനോട് ഇപ്പൊ കേൾവിക്കാർ ദുബായിൽ നിന്ന് ഉമ്മ ചോറ് തരണേ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എന്റെ ഉമ്മാനെ കഴിവിൽ അപ്പൊ കഴിയാത്തത് ചോദിക്കുക എന്നാണ് പ്രാർത്ഥന അല്ലെ? അതാണ് ഇബാദത്ത് അല്ലേ? അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നതിനിപ്പോ അങ്ങനെയല്ലോ. ഇവിടുന്ന് ചോദിച്ചാ ഇപ്പൊ എന്ത് ചെയ്യൂല, എന്റെ അമ്മക്ക് തരാൻ കഴിയില്ല അല്ലേ? അപ്പൊ കഴിയാത്തത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത് അല്ലേ? ആണെങ്കിൽ എസ് അടിച്ചോളൂ. നിങ്ങളിപ്പോ പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെ തിരിഞ്ഞത്, എനിക്ക് അങ്ങനെ തിരിഞ്ഞത്. അള്ളാഹു തആലാക്ക് എല്ലായിടത്തുനിന്നും കൊടുക്കാൻ കഴിയും. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുക. കഴിയാത്ത ആളോട് കഴിയാത്ത കാര്യം ചോദിച്ചാൽ അത് ആ ആൾക്കുള്ള ഇബാദത്താവും. കഴിയുന്നിടത്തുനിന്ന് ചോദിക്കാം, അടുത്തുനിന്നാവുമ്പോ ചോദിക്കാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ദുബൈയിലുള്ളത്, നാട്ടിലുള്ള എന്റെ അമ്മാനോട് ഭക്ഷണം ചോദിച്ചാൽ കിട്ടൂല. അപ്പൊ അങ്ങനെ കഴിയാത്തത് ചോദിച്ചാൽ അത് പാടില്ലാത്താണ്, ശിർക്കാണ്, ഇബാദത്താണ് എന്നുള്ള അല്ലേ? അങ്ങനെ തന്നെയല്ലേ കരീമെ? ഒന്നുകൂടി തിരിച്ചു പറഞ്ഞോളൂ. അങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയത്. ആണെങ്കിൽ ഒന്ന് അടിച്ചോളൂ കരീമെ. നിങ്ങളിപ്പോ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോ എനിക്ക് തിരിഞ്ഞു. അങ്ങനെ തന്നെയല്ലേ? കണ്ടോ, മൂപ്പരടിക്കൂല. സുഹൃത്തുക്കളെ എങ്ങൾക്കൊക്കെ തിരിഞ്ഞു അങ്ങനെ തന്നെയല്ലേ? അല്ലാന്നപ്പൊ ഇയാൾ പറഞ്ഞ പിന്നെന്താ വ്യത്യാസമെന്ന്? എങ്ങനെയാണ് ഒന്ന് ഇബാദത്താവുന്നത് എന്ന്, ഒന്ന് ഇബാദത്ത് അല്ലാതാവുന്നതും എന്തുകൊണ്ടാണ്, ഒന്ന് പ്രാർത്ഥനയാവുന്നതും ഒന്ന് പ്രാർത്ഥന അല്ലാതാവുന്നതും എന്തുകൊണ്ടാണ് അതിന്റെ കാരണം പറയുന്നാല് വ്യക്തമാക്കിയിട്ട്, ആ പ്രാർത്ഥനയാവുന്നതും ആവാത്തതുമായ വ്യക്തമായ ഒരു കാരണം നിങ്ങളോട് പറയാം കേട്ടാ. ഞാൻ മൈക്കൂട്ടു. പഠിച്ച തമ്പൂരാൻ അവന്റെ ഓരോ കുട്ടികളും അവന്റെ പരിധിയിൽ വിട്ട കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിന് അപ്പുറത്തുള്ളത് ചോദിക്കുമ്പോൾ ഉമ്മയോട് ഇപ്പോൾ കുട്ടിന്റെ സോക്കൾ മാറ്റി തരണമെന്ന് പറയാൻ പറ്റുമോ? ഈ ലോകത്തിൽ എവിടെ നിന്നിട്ടും പറ്റില്ല. അപ്പം ഉമ്മാന്റെ അടുത്ത് നിന്ന് ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ അടുത്ത് നിന്ന് എന്റെ മോനെ സുഖല്ലമ്മ എന്ന് പിന്നെ നിങ്ങൾ അതേ ഉദാഹരണം വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് അത് വിഷയം പറഞ്ഞാൽ മതിയല്ലോ. ആ ഉദാഹരണം ഇങ്ങനെ അമ്മ വാപ്പ മറ്റത് മറിച്ചത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞപ്പോ ഓരോരുത്തരുടെയും അവരവരുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കുക എന്നല്ലേ പറഞ്ഞത്? എറ്റിക്കരീമേ ആണെങ്കിൽ ഒന്ന് അടിച്ചോളൂ. ഓരോരുത്തരോടും അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കുക, അങ്ങനല്ലേ? ആണെങ്കിൽ ഒന്ന് അടിക്കൂ. യെസ്, അതെ. അപ്പൊ കഴിവിൽ പെടാത്തൊരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കാവും അല്ലേ? അത് ആൾക്കുള്ള പ്രാർത്ഥനയാവും, അത് ശിർക്കാവും അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ അതല്ലേ നിങ്ങളിപ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കഴിവിൽ പെട്ടത് ചോദിക്കുക, കഴിവിൽ പെടാത്തത് ചോദിച്ചാൽ അത് ശിർക്കാവും, ആരാധനയാവും. മൈക്കല്ല, അതിന് പറയും. നിങ്ങൾ ആ തട്ടിപ്പാടാ ചേക്കി. ഓരോരുത്തരോടും അവരവരുടെ കഴിവിൽ പെട്ടത് ചോദിക്കുക, അതിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാവും, അങ്ങനല്ലേ? കണ്ടോ, ഇപ്പൊ അടിക്കണില്ല. അല്ലാന്ന് കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, എന്ത് മണ്ടത്തരാപ്പ ഈ പറയുന്നത്? ഓരോരുത്തരോടും അവരവരുടെ കഴിവിൽ പെട്ടത് ചോദിക്കാം. അപ്പൊ പറയണ്ട, അതടിച്ചോളൂ. എന്താവുക?
ഹറാമാണോ, ശിർക്കാണോ, സുന്നത്താണോ, കറാത്താണോ, എന്താണ്? അല്ലല്ലല്ല, അതുകൊണ്ട് അടിച്ചാൽ മതി, അതുകൊണ്ട് അടിച്ചാൽ മതി. നിങ്ങൾ മൈക്കെടുത്തിട്ട് നിങ്ങളെ ഈ ഇത് മണ്ടത്തനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ആവർത്തിച്ച് കേൾക്കണ്ട, ഇങ്ങോട്ട് അടിച്ചാൽ മതി. അവിടെ ടൈപ്പ് ചെയ്യാലോ. കഴിവിൽ പെട്ടത് ചോദിക്കുക, പെടാത്തത് ചോദിച്ചാൽ എന്താവും? പെടാത്തത് ചോദിക്കുന്നതിനെ കുറിച്ച് എന്താ പറയാ? ഒരാളിപ്പോ ഞാനിപ്പോ ഇവിടുന്ന് ഇപ്പൊ എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് എന്ത് ചെയ്ത്, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ പറയാ? അതിന് പ്രാർത്ഥന എന്ന് പറയോ? അല്ല, അതേ അടിക്കട്ടെ. കണ്ടോ, അടിക്കണില്ല. മൈക്ക് എന്നാ ഈ കഴിവിൽ പെട്ടതേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് എവിടെ പറഞ്ഞത്? ഏത് ഖുർആനിലാ പറഞ്ഞത്? ഏത് ഹദീസിലാ പറഞ്ഞത്? ഇനി എന്നാ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഒരു ഭാഗം, 2 ഭാഗവും നിങ്ങൾ സമ്മതിക്കേണ്ടതാണ് നിങ്ങളുടെ വാദത്തിനനുസരിച്ച്, നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച്. പക്ഷേ ആദ്യ പാർട്ട് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യുന്നുള്ളൂ, എസ് അടിച്ചോളൂ. ശരി, ഓരോരുത്തർക്കും കൊടുത്ത കഴിവിൽ പെട്ടതേ ചോദിക്കാവൂ എന്ന് ഏത് ഖുർആനിലാ പറഞ്ഞ? ആ ആയത്തിന് ഓതുക, അതിന്റെ അർത്ഥം പറയാം. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന്റെ സിഫത്തിലും അഫാലിലും പെട്ട വല്ല കാര്യവും വല്ല സൃഷ്ടികളോടും ചോദിച്ചാൽ അത് ശിർക്ക്. ഞാൻ അപ്പൊ പറഞ്ഞ തെളിവാണ്, നിങ്ങളെ തൊള്ളല്ലേ ഞങ്ങൾക്ക് തെളിവ് കേട്ടാ. അള്ളാഹുവിന്റെ അഫ്ആലിലും ദാത്തിലും പെട്ടത് ചോദിച്ചാൽ, അള്ളാഹിന്റെ അഫ്ആലിലും ദാത്തിലും പെട്ടത് ചോദിച്ചാൽ ഇത് ഏതായത്തിന്റെ അർത്ഥ? ഏതായത്തിന്റെ അർത്ഥാണ്? നിങ്ങളിപ്പോ ഈ പറഞ്ഞല്ലോ, അതിന്റെ ആയത്തിന്റെ ഓതാ അല്ലെങ്കിൽ ഹദീസിന്റെ ഓതാ, അതിന്റെ അർത്ഥം പറയാം. വേറെ നിങ്ങളെ തൊള്ള ആദ്യം ഇത് ചെയ്യണ്ട, തൊള്ളവടായി ഞങ്ങൾക്ക് കേൾക്കണ്ട. ആയത്തോ ഹദീസോ കൊണ്ട് കേൾക്കട്ടെ, അതുകൊണ്ട് ഓതാ ആദ്യം, എന്നിട്ട് അതിന്റെ അർത്ഥം പറയാം. വേറെ നിങ്ങളെ വാ കൂട്ടരുത്, ഒരൊറ്റ ലഫ്ള് പോലും നിങ്ങൾ കൂട്ടാൻ പാടില്ല. ഞാൻ മൈക്ക് എന്താ സുഹൃത്തുക്കളെ, ബൈലക്സ് ഇതൊന്നും അല്ലല്ലോ. എന്താ കയറ്റിക്കരി മൈക്ക് എടുക്കാത്തത്? ആയത്ത് തപ്പ് വയ്ക്കാറപ്പോ കണ്ടാ. ഓരോരുത്തരോടും അവനവന്റെ കഴിവിൽപ്പെട്ടതേ ചോദിക്കാവൂ എന്ന് പറഞ്ഞതിന് തെളിവ് ചോദിച്ചപ്പോ ഇപ്പൊ മൂപ്പര് ആയത്ത് തരികയാണ്. ആയത്തില്ലെങ്കിൽ ഹദീസായിക്കോട്ടെ, മൈക്കെടുത്തോളൂ. ഇപ്പൊ സംഗതി തിരിഞ്ഞോ സുഹൃത്തുക്കളെ? AT കരീം എന്ന് പറയുന്ന മുജാഹിദ് മൗലവി കുടുങ്ങിക്കണെന്ന് കണ്ടപ്പോ നമ്മളെ ജമാൽ കൊടുവള്ളി എന്ന് പറയുന്ന സഹായി വന്നിട്ട് എന്ത് ചെയ്യാണ്? മൈക്കെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മൂപ്പർക്ക് മുങ്ങാനുള്ള, അല്ലെങ്കിൽ മൂപ്പർക്ക് മൈക്ക് എടുക്കുന്നതിനുള്ള ഒരു തടസ്സമായിക്കോട്ടെ എന്നുള്ള എനിക്ക് മനസ്സിലായോ? എന്നിട്ട് ജമാൽ കൊടുവള്ളിന്റെ ഒച്ച എന്തെങ്കിലും കേട്ടോ? AT കരീമിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? AT കരീം മൗലവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാന്ന്? ഇപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ അഷ്റഫ് മൗലവിന്റെ ശിഷ്യനായ AT കരീം മൗലവിന്റെ നാക്കൊന്നിച്ചു, ഇപ്പൊ ചെവി DC ആയും ചെയ്തു. കണ്ടില്ലേ? ഇപ്പൊ മൂപ്പര് കേൾക്കണമില്ല. മൂപ്പരിപ്പോ സുമ്മും ബുക്കുമുമായി, അത്രേ ഉള്ളൂ. ശരി, ജമാൽ കൊടുവള്ളി എന്നാ മൈക്കെടുത്ത് സംസാരിച്ചോളൂ. ഞാൻ മൈക്കോട്ടു. നിങ്ങൾ പറയണമെന്നും ഇങ്ങോട്ട് കേൾക്കണില്ല കേട്ടാ. കേട്ടെങ്കിലേ ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഞാൻ മൈക്കോട്ടു. ഹലോ. പിന്നെ അഖ്സാമു ഷിർക്കില് വായിച്ചു നോക്കൂ. ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. أنهم كانوا يستعينون من دون الله من حوائجهم كشفاء المريض وغناء الفقير وكانوا ينظرون لهم يتوقعون إن جاء مقاصدهم بتلك النذور وكانوا يتلون أسماءهم إن جاء برقتها. ഇത് മൂലം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ബദരീങ്ങളുടെയൊക്കെ പേരുകൾ ചൊല്ലി ഇങ്ങനെ പേര് ചൊല്ലി ബർക്കത്തെടുക്കുക. അല്ല, നിങ്ങൾ കുറച്ചാണ് വായിച്ചിട്ട് നിങ്ങൾ പ്രസംഗിക്കണ്ട. ഇത് മൂന്നും നിങ്ങൾ ചെയ്യുന്ന പണിയാണ് കേട്ടാ. നിങ്ങൾ കാനു എന്ന് പറഞ്ഞിട്ടല്ലേ വായിച്ചത്? അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ തിരക്കൂട്ട, നിങ്ങൾ എന്താ ബേജാറ്? നിങ്ങൾ ആ സെന്റൻസ് തുടങ്ങിയത് കാനു എന്ന് പറഞ്ഞിട്ടല്ലേ? അല്ലേ ജമാലെ? ശരി.
അപ്പൊ ഈ കാനു എന്ന് പറഞ്ഞത് അതിന് മുമ്പ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ, അല്ലേ? അതുകൊണ്ടല്ലേ ഈ കാനു എന്ന് പറയുന്നത് സർവനാമം ഉപയോഗിച്ചത്, അല്ലേ? സർവനാമം ഉപയോഗിച്ചത് ആരാ, അല്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഒരു നാമം ഉപയോഗിച്ചതിന് ശേഷമാണല്ലോ പിന്നെന്ത് ചെയ്യല്? സർവനാമം ഉപയോഗിക്കല്, അല്ലേ? ഒരു നൗണ് നേരത്തെ ഉണ്ടാവും, പിന്നെ ആ നൗൺ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പ്രൊനൗൺ ഉപയോഗിക്കാറുള്ളത്. ഇതെല്ലാവർക്കും അറിയണമല്ലേ ഈ ഭാഷയുടെ നിയമം, അല്ലേ സുഹൃത്തുക്കളെ? ഞാൻ ഈ ശ്രോതാക്കളോടാ ചോദിക്കണത്. അങ്ങനെ തന്നെയല്ലേ? നൗൺ ഉപയോഗിച്ചിട്ട് ആ നൗൺ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പകരമായിട്ട് പ്രൊനൗൺ ഉപയോഗിക്കും. അങ്ങനല്ലേ? ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിപ്പോ കാനു എന്ന് പറഞ്ഞ അവരായിരുന്നു എന്നാണ്. ആരാണ് ഈ അവർ? നമുക്ക് അതാരാണ്? അദ്ദേഹം മൈക്കെടുത്ത് പറയട്ടെ, ആരാണത്? ജമാൽ കൊടുവള്ളി, ആരാണത്? അത് ഞാൻ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞുതരാം. അത് മക്കയിലെ മുശ്രിക്കീങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവർ അങ്ങനെ ചെയ്യാൻ പടച്ച തമ്പുരാനെ. ശരി, മക്കയിലെ മുശ്രിക്കുകളാരാ പറഞ്ഞത്? അത് ശരി, മുശ്രിക്കുകൾ അങ്ങനെ പലതും ചെയ്തത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനിപ്പോ എന്തിനാ നിങ്ങൾ ഇത്രയും വലിയ കിതാബിന്റെ ഈ വാർത്തകളൊക്കെ വായിക്കണം? ഖുർആൻ തന്നെ പച്ചയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ ഇപ്പൊ അത്. അതാ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ. ഞാൻ കരുതി എന്താണാവോ ചെയ്യുന്ന ആളുകൾ പിന്നെ അള്ളാഹുൽ മതി. അല്ല, നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടാച്ചിട്ടാണ്. അമ്മ ചോദിച്ചതിന് കിട്ടിയാൽ മതിച്ചിട്ടാണ്, നിങ്ങൾ ഏറെ തരണ്ടാച്ചിട്ടാണ്. ബഹുദൈവ വിശ്വാസികൾ, അല്ലേ? ബഹുദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയില്ലേ അതിന്റെ അർത്ഥം മലയാളത്തില്? ബഹുദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതന്നെ. അപ്പൊ ഒന്നിലധികം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കലോ ചോദിക്കലോ നേർച്ച കൊടുക്കലോ കഴിക്കലോ അറവും കാര്യമൊക്കെ നടത്തിയിരുന്നു. അതിനിപ്പോ ഇവിടെ തർക്കമില്ലല്ലോ. അത് ഞങ്ങൾ സുന്നികളെ നിഷേധിച്ചിട്ടില്ലല്ലോ. അതിവിടെ ആരെങ്കിലും സുന്നികളെ നിഷേധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ബഹുദൈവ വിശ്വാസികൾ അവരുടെ ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കാറുണ്ട്, അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് നേർച്ച നൽകാറുണ്ട്, അവർ അറവ് നടത്താറുണ്ട്. ഇതിപ്പോ ആരാപ്പ നിഷേധിച്ചു? ആരെങ്കിലും നിശ്ചയിച്ച് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടാ? ഇല്ലല്ലോ. അതെ മനസ്സിലായില്ലേ? അതൊരു തർക്കമുള്ള വിഷയമല്ല കേട്ടാ ജമാൽ കൊടുവള്ളി. ഞാൻ കരുതി നിങ്ങൾ എന്തെങ്കിലും മുസ്ലിമീങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും ആയിരിക്കോ വായിക്കണത് എന്നുള്ളത്. ഞാൻ മൈക്ക് വിട്ടു. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. അതില് പറയുന്നുണ്ട്, വക്കാനു യത്ലൂന അസ്മാഹും, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളുടെ പേരുകൾ ചൊല്ലാറുണ്ടായിരുന്നു, പേരുകൾ ചൊല്ലി ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു. ഇൻജാ ബർക്കത്തിഹ, നിങ്ങൾ ബദരീങ്ങളെ പേര് ചൊല്ലി ബർക്കത്തെടുക്കാറില്ലേ? അള്ളാഹുവിന്റെ അസ്മാവിലുള്ള പങ്ക് ചേർക്കലല്ലേ? അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. നിങ്ങൾ ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലി ബർക്കത്തെടുക്കാറുണ്ടോ ഇല്ലേ? അള്ളാഹുവിന്റെ പേരിന് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകതയല്ലേ അത്? അത് ചെയ്യുന്നതിലൂടെ ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്തൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയണം, മണ്ടത്തരം പറയില്ലേ വഹാബികൾ പറഞ്ഞമാതിരി. നിങ്ങളിപ്പം എന്താന്ന് നമുക്കറിയില്ല. അവരെ ദൈവങ്ങളെ പേര് ചൊല്ലി പറയാറുണ്ട്, അവരുടെ ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കാറുണ്ട്. അത് ശരി തന്നെയാണ്. അതിനിപ്പോ എന്താ? അതുപോലെയാണ് ഇത് ഞങ്ങൾ പറയണത് ഇപ്പോ. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ദൈവങ്ങളെ ആരാധിക്കാറുണ്ട്, ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാറുണ്ട് മുസ്ലിമീങ്ങൾ. അവിടെ രണ്ടും ഒരുപോലെയെന്ന് അറിയാൻ പറ്റുമോ? രണ്ടും ഒരുപോലെയെന്ന് അറിയാൻ പറ്റുമോ? അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾ റബ്ബിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരുപോലെയെന്ന് അറിയാൻ പറ്റുമോ? വ്യത്യാസമുണ്ട്. അവരുടെ വിശ്വാസവും ഞങ്ങളുടെ വിശ്വാസവും തമ്മിലാണ് വ്യത്യാസം. അവരുടെ ആരാധ്യരും ഞങ്ങളുടെ ആരാധ്യനും തമ്മിലാണ് വ്യത്യാസം. അവരെ ആരാധിക്കുന്നതിനെയല്ല ഞങ്ങൾ ആരാധിക്കുന്നത് മുസ്ലിമീങ്ങള്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയല്ല അവരാരാധിക്കുന്നത്. അത് ഖുർആനിൽ അല്ലാഹു തആല പച്ചയിൽ പറഞ്ഞിട്ടുള്ളതുമാണ് കേട്ടാ. അപ്പൊ പിന്നെ ഞാൻ അവരുടെ ദൈവങ്ങളുടെ നാമം ചൊല്ലിയിട്ട് അതുകൊണ്ട് അവർക്ക് വല്ല ഗുണം കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ആയിക്കോട്ടെ. അതുപോലെ ആകുന്നതാണോ ഞങ്ങള്
ബദരീങ്ങളുടെ പേര് പറയുന്നത്? ബദരീങ്ങളെ പേര് പറയുന്നത് എന്താണ്? ആ മഹാന്മാർ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മഹാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ്. ഇസ്ലാമിന്റെ ആദ്യത്തിൽ ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള പോരാട്ടത്തിന് അതിൽ പങ്കെടുത്തവരാണ്. അള്ളാഹു തആല തന്നെ അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അറിയിക്കപ്പെട്ടവരാണ്. അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരാണ്. അപ്പൊ തൃപ്തിപ്പെട്ടവരെ കുറിച്ച് പറയുകയും അവരുടെ പേര് പറയുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാരണമാവുന്നതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ബുദ്ധിപരമായ ഒരു കാര്യവും കൂടിയാണ്. ഞാൻ മൈക്ക് വിട്ടു. അപ്പൊ അത് രണ്ടും ഒരുപോലെ അല്ലാതാ പറഞ്ഞത്. ഞാൻ മൈക്ക് വിട്ടു. അപ്പൊ ബുദ്ധിപരമായ കാര്യമാണ്. അപ്പൊ അഖ്ലാനിയത്തിലേക്കാണ് നിങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നത്. എനിക്ക് വേണ്ടത് പ്രമാണമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പേരുകൾ ചൊല്ലി നബി ബർക്കത്തെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രവാചകന്റെയോ സഹാബികളുടെ പേരുകൾ ചൊല്ലി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും സഹാബികൾ ഇതേ രൂപത്തിൽ പേരുകൾ ചൊല്ലി ബർക്കത്തെടുത്തതിനുള്ള ഒരു ഉദാഹരണം തരിക. ബുദ്ധിപരമായിട്ടുള്ള തെളിവ് അവിടെ ഇരിക്കട്ടെ. എനിക്ക് പ്രമാണത്തിൽ നിന്നുള്ള തെളിവാണ് വേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ. അല്ല, ഇനിയിപ്പോ ബർക്കത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക വേണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അതിനുള്ള പ്രമാണങ്ങൾ ആദ്യം ഹാജരാക്കി എന്നിട്ടല്ലേ? ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ചു തരണം, എന്നെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എവിടെയുള്ളത്? അതാണ് കേൾക്കേണ്ടത്. അതൊന്നും ആദ്യം കേൾക്കട്ടെ, എന്നെങ്കിലല്ലേ ഇപ്പം അറ്റിനി ഞങ്ങൾ തരേണ്ടി. സൂറത്ത് അൽ-ബഖറയിലെ 112-ാമത്തെ ആയത്ത്, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നു കസീർ ഇന്നലിൽ അമലിൽ മുതഖബ്ബലി ശർത്തൈൻ അഹദുഹുമാ അൻ യകൂന അൽ-അമലു ഖാലിസൻ ലില്ലാഹി വഹദ വസാനിയൻ യകൂന അൽ-അമലു മുതാബിഖൻ ലിസുന്നത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമലുകൾ സ്വീകരിക്കപ്പെടാൻ രണ്ട് വ്യവസ്ഥകൾ. അതിൽ രണ്ടാമത്തെ വ്യവസ്ഥ പ്രവാചകന്റെ മാതൃക ഉണ്ടായിരിക്കണം. ഏതോ ആട്ടെ, ഞാനത് ചോദിച്ചിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ മാതൃക ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് പറയാൻ പോകുന്നേ. പ്രവാചകന്റെ മാതൃക വേണം നിങ്ങൾ പറഞ്ഞിട്ടില്ലാന്നോ? നിങ്ങൾ പറഞ്ഞല്ലോ അത്. ഇല്ല സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞില്ലേ അത്? അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ മാതൃക ഉണ്ടോ എന്നുള്ളത്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ വഹാബികൾ നടത്തുന്ന ഒരുപാട് പരിപാടി ഉണ്ടല്ലോ. അതിനൊക്കെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അമലാണല്ലോ, കൂലി കിട്ടുന്നുള്ള ആൾക്കുള്ള അമലാണല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. ഇനിയിപ്പോ എല്ലാവർക്കും സംശയമില്ലാത്തൊരു ഉദാഹരണം പറയാം. നമ്മൾ പണ്ടേ പറയുന്ന ഒരു ഉദാഹരണമാണ്. ജമാലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? സെലഫി ഫെസ്റ്റ് ഒന്നും വേണ്ട, അത് അവർക്ക് മാത്രമുള്ളതല്ല, അതല്ലാത്തതിന് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ജമാൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. യെസ്, ഓക്കെ. ഒരാള് ഉദാഹരണം പറയാ, ഞാന് അല്ലെങ്കിൽ ഏതൊരു മുസ്ലിം, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഒരു മുസ്ഹഫ് കാശ് കൊടുത്ത് അങ്ങാടിയിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ ഷോപ്പിൽ നിന്നോ ഞാൻ വാങ്ങുന്നു. എന്നിട്ട് അത് ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ വഖഫ് ചെയ്യുന്നു, പള്ളിയിലേക്ക്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനസ്സിലാണണ്ട? ഞാൻ പറയണ മനസ്സിലാണണ്ട? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അത് നമ്മൾ കുറെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. നമ്മളെന്ത് ചെയ്യുന്നത്? ഒരു മുസ്ഹഫ് വാങ്ങുന്നു കാശ് കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് പള്ളിയിൽ കൊണ്ടുപോയി വഖഫ് ചെയ്യുന്നു, ആ പള്ളിയിൽ വരുന്നവർക്ക് ഓതാൻ വേണ്ടിയിട്ട്. ഇത് പ്രതിഫലം ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്ന കാര്യമല്ലേ? ഞാൻ ശ്രോതാക്കളോടാണ് ആദ്യം ചോദിക്കുന്നത്. ആണോ? ഇത് കൂലി കിട്ടുന്ന കാര്യമാണോ? ആർക്കെങ്കിലും തർക്കമുള്ളവരുണ്ടാ? ഇല്ലല്ലോ, എല്ലാവർക്കും സമ്മതമല്ലേ? കിട്ടും അല്ലേ? തർക്കം ആർക്കുമില്ല. ശരി, ജമാലിനും തർക്കം ഉണ്ടാവില്ലല്ലോ. ജമാൽ ഏതും കൂലി കിട്ടണ കാര്യമല്ലേ? പുണ്യല്ലേ? അമലല്ലേ? ഒരു നല്ല അമലല്ലേ? കിട്ടൂല എന്നാ പറഞ്ഞ മൂപ്പര്. ജമാൽ
അടിക്കണ് നോം കിട്ടൂല. അതാ പിന്നെ എസ് അടിച്ചു. അതെന്താപ്പത്? ശരി, എസ് കിട്ടും. എന്നാ ഇതില് നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളുടെയോ സഹാബത്തിന്റെയോ മാതൃക ഒന്ന് കാട്ടിത്തരും. നിങ്ങളാ ഹദീസ് ഒന്നുണ്ടോ തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മുസ്ഹഫ് പള്ളിയിൽ വഖഫ് ചെയ്യാൻ വേണ്ടി ഉപദേശിച്ചതോ നിർദ്ദേശിച്ചതോ സഹാബത്ത് ആരെങ്കിലും പള്ളിയിൽ എപ്പോഴെങ്കിലും ഒരു മുസ്ഹഫ് കൊണ്ടുപോയി വഖഫ് ചെയ്തതോ ഒരു ഉദാഹരണങ്ങളൊന്ന് പറഞ്ഞു തന്നാട്ടെ. ഞാൻ മൈക്ക് വിട്ടു. ഞാൻ ആദ്യം നോന്ന് ടൈപ്പ് ചെയ്ത് തർക്കം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ്, പിന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് യെസ് ടൈപ്പ് ചെയ്ത്. അപ്പൊ നോ യെസ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ വിഷയം മാറ്റം. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് പ്രവാചകന്റെ മാതൃക. നിങ്ങൾക്ക് വിഷയം മാറ്റി എന്നൊക്കെ തോന്നുന്നു. നമ്മള് വിഷയമൊന്നും മാറ്റിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞോടത്ത് തന്നെയാണ് നമ്മളുള്ളത് കേട്ടാ. നിങ്ങളിപ്പോ ഇബ്നു കസീറിന്റെ ഇബാറത്തൊക്കെ വായിച്ചില്ലേ? നിങ്ങൾ ആദ്യം ചോദിച്ചതും അതാണല്ലോ, ബദരീങ്ങളുടെ ഇങ്ങനെ അങ്ങനെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നബിയോ സഹാബത്തോ ആരെങ്കിലും അങ്ങനെ ചെല്ലിയിട്ടുണ്ടോ, അങ്ങനെ മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നിങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇതിന് കൂലി കിട്ടും എന്ന് പറഞ്ഞല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാരും മനസ്സിലായില്ലേ കാര്യം? ഇപ്പൊ ജമാലു സമ്മതിച്ചു മുസ്ഹഫ് പള്ളിയിലേക്ക് വഖഫ് ചെയ്താൽ കൂലി കിട്ടും അല്ലേ? അതൊരു പുണ്യകർമ്മമാണ്, അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന ഒരു അമലാണ്. ആർക്കും തർക്കമില്ല, ജമാലിനും തർക്കമില്ല. അപ്പൊ നമ്മളുടെ സിമ്പിൾ ചെറിയ ചോദ്യം എന്താണ്? അങ്ങനെ ഒരു അമല് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് ആരെങ്കിലും അത് ചെയ്തിട്ട് നബി അത് അംഗീകരിക്കുകയോ? ഇനി വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പള്ളിയിൽ അങ്ങനെ ഒരു മുസ്ഹഫ് വഖഫ് ചെയ്തതായ സംഭവമോ ഉണ്ടോ? എന്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ സുഹൃത്തുക്കളെ? മനസ്സിലായോ? അതെ, അതാണിപ്പോ ഞാൻ ജമാലിനോട് ചോദിക്കുന്നത്. അതെ, ജമാൽ അതിനാണ് മറുപടി പറയേണ്ടത്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇബ്നു കസീറിന്റെ ഇബാറത്ത് വായിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു പ്രവാചകന്റെ മാതൃക ഉണ്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ആശയം അത് തന്നെയാണ്. ഞാനത് പറയാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പം നിങ്ങളോട് ചോദിച്ചത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ എപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്. ഒരു ചരിത്രപരമായ ചോദ്യം ഞാൻ ചോദിച്ചത്. മാതൃക വേണമെന്ന് സെയിം ഒരു ചരിത്രപരമായ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം, അതേ ഇഷ്കാൽ ഇവിടെയും വരുന്നു. കാരണം പള്ളിയിലേക്ക് ഒരു മുസ്ഹഫ് വഖഫ് ചെയ്താൽ അത് കൂലി കിട്ടും, പുണ്യമുള്ളതാണ്. നിങ്ങൾ സമ്മതിച്ചു, നമ്മളും സമ്മതിച്ചു. ശരി, ചരിത്രപരമായി അങ്ങനെ ഒന്ന് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ആണെങ്കിൽ നിങ്ങൾ എസ് അടിച്ചോളൂ. നോ, സാധ്യമല്ല, അദ്ദേഹം അടിച്ചിരിക്കണം. കണ്ടാ? പിന്നെന്തിനാ ഇപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ഈ ചരിത്രപരം ചോദിച്ചുകൊണ്ട് നടക്കണത്? ഇതിനായിട്ട് പിന്നെന്തിനാ നിങ്ങളൊരു ചരിത്രപരം ചോദിച്ചുകൊണ്ട് നടക്കണത്? ബദരീങ്ങളുടെ പേര് പറയുന്നതിന് മാത്രം. മുസ്ഹഫ് പള്ളിക്കൽ വഖഫ് ചെയ്യണേന് അതിന് ചരിത്രപരവും വേണ്ട, ഹദീസും വേണ്ട, ഖുർആനും വേണ്ട, തെളിവും വേണ്ട, ഒന്നും വേണ്ട. സ്വന്തമാണ് പറയാ എന്ത്? അത് പുണ്യം തന്നെയാണ്, അത് കൂലിട്ടണ കാര്യം തന്നെയാണ്. അസ്മാഉൽ ബദർ ചെല്ലണേന് മാത്രം എന്ത്? അതിന് വേറെ തെളിവ് വേണമെന്നും. അതൊരു ഇരട്ടത്താപ്പല്ലേ ജമാലെ? അതാ എനിക്ക് പറയാനുള്ളത് കേട്ടാ. ഒരല്പസമയം നമ്മളെ ആരെങ്കിലും സുന്നിക്കുട്ടി ഉസ്താദില്ലേ, ഉസ്താദുമാർ ആരെങ്കിലും ഒന്ന് മൈക്കിൽ വന്നാൽ ഒരല്പസമയം മൈക്കിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒന്ന് ഉണ്ടാ? ഏറ്റിക്കരിമൊക്കെ ഇപ്പൊ പോന്നു. ഏറ്റിക്കരിമേ നേരത്തെ മറന്നിട്ടില്ല, മിണ്ടാണ്ട് അവിടെ ഇരുന്നിട്ടാ. നേരത്തത് അപ്പൊക്കെ വിളിച്ചിട്ട് മൂപ്പർക്ക് കിട്ടിയിരുന്നില്ല. ഏറ്റിക്കരിമ് വരികയാണെങ്കിൽ ഏറ്റിക്കരിമിനോട് എന്തേലും നമ്മൾ ചോദിച്ചിരുന്നത് സുഹൃത്തുക്കളെ? ഏറ്റിക്കരിമ് പറഞ്ഞത് ഓരോരുത്തരോടും അവരവരുടെ കഴിവിൽപ്പെട്ടതേ ചോദിക്കാവൂ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? കഴിവിൽപ്പെടാത്തത് ചോദിച്ചാൽ എന്താവും എന്ന് കരീമിന് പറയാൻ പറ്റണില്ല, അടിക്കാൻ പറ്റണില്ല. ശരി, കരീമ് മൈക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരോടും അവരവരുടെ കഴിവിൽപ്പെട്ടതേ ചോദിക്കാവൂ എന്നതിനുള്ള ആയത്തോ അല്ലെങ്കിൽ അതിനുള്ള ഹദീസോ രണ്ടാലൊന്ന് കരീമിന് മൈക്കെടുത്താൽ ഓതാവുന്നതാണ്. ഇപ്പോ നമ്മളെ ജമാൽ കൊടുവള്ളി ഇതുവരെ സംസാരിച്ച വിഷയം കേട്ടവർക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടാവുന്ന വരുന്നു, ആരെങ്കിലും ഒന്ന് മൈക്കിലേക്ക് വരാം.